സെക്ഷനിൽ നമ്മൾ വെക്ടർ ഓപ്പറേഷൻസ് ആണ് നോക്കുന്നത്. അതിൽ നമ്മൾ 2 ഡയമെൻഷൻ 3 ഡയമെൻഷനിൽ ഡോട്ട് പ്രൊഡക്റ്റും ക്രോസ് പ്രൊഡക്റ്റും ഓപ്പറേഷൻസും എങ്ങനെ ലൈൻസ് വരയ്ക്കുന്നതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഈ സെക്ഷനിൽ നമ്മൾ പ്രൊജക്ഷൻ ഫോർമുലയാണ് നോക്കുന്നത്. ഇതിൽ ആദ്യം തന്നെ അതിന് പ്രൊജക്ഷൻ ഓഫ് മാറ്റ് പി എഫ് ഇ മാറ്റ് പി എഫ് യു ആണ് എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് മാറ്റ് പി എഫ് യു റൈറ്റ് കോസ് തീറ്റ ഫ്രാക് മാറ്റ് പി എഫ് ഇ ലെഫ്റ്റ് മാറ്റ് പി എഫ് ഇ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ഈക്വൽ ചെയ്തിട്ട് നമ്മൾ നോക്കാം ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ സെക്ഷനാണ് നമ്മൾ നോക്കുന്നത്. അതായത് ലെഫ്റ്റ് മാറ്റ് പി എഫ് യു റൈറ്റ് ഫ്രാക് മാറ്റ് പി എഫ് യു സി ഡോട്ട് പ്രൊഡക്റ്റ് മാറ്റ് പി എഫ് ഇ, അതായത് ലെഫ്റ്റ് മാറ്റ് പി എഫ് യു റൈറ്റ് ലെഫ്റ്റ് മാറ്റ് പി എഫ് ഇ റൈറ്റ് ഫ്രാക്ഷൻ മാറ്റ് പി എഫ് ഇ ലെഫ്റ്റ് മാറ്റ് പി എഫ് ഇ റൈറ്റ്. പിന്നെ മൂന്നാമത്തെ സെക്ഷനാണ് അതിൽ ഫ്രാക്ഷൻ മാറ്റ് പി എഫ് യു സി ഡോട്ട് മാറ്റ് പി എഫ് ഇ ലെഫ്റ്റ് മാറ്റ് പി എഫ് ഇ റൈറ്റ് സ്ക്വയർ മാറ്റ് പി എഫ് ഇ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രൊജക്ഷൻ ഫോർമുല. നമ്മൾ ഈ ഫോർമുല എന്തിനാണ് നോക്കിയെന്ന് വെച്ചാൽ നമുക്ക് ക്രോസ് പ്രൊജക്ഷൻ ഡയറക്ഷൻ അറിയാൻ പറ്റും ഈ ഫോർമുല നോക്കി. അപ്പോൾ നമുക്ക് ഇതിൽ എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഡയമെൻഷൻസ് ഉണ്ട്. അപ്പോൾ അത് 3D ആണ്. എക്സ് വൈ മാത്രമല്ല ഇങ്ങനെ 2D. അപ്പോൾ എക്സ് വൈ സെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3D ആണ്. അപ്പോൾ അതിൽ നമുക്ക് ഐ ജെ കെ എന്ന് പറഞ്ഞിട്ടുള്ള 3D വെക്ടറാണ്. 3D മാട്രിക്സ് എന്ന് പറയും. അപ്പോൾ 3D മാട്രിക്സിൽ നമുക്ക് ഓരോ കെ കാണുന്നത് എന്താണ് ഐ ഇൻറ്റു ജെ കാണുന്നെങ്കിൽ കെ ഇൻറ്റു ഐ ആണ്. ഐ കാണുന്ന ജെ ഇൻറ്റു കെ കാണുന്നെങ്കിൽ ഐ ഇൻറ്റു ജെ. ഇങ്ങനെയൊക്കെയാണ് കാൽക്കുലേഷൻ നടത്തിയാണ് നമുക്കിതിൻ്റെ ഡയറക്ഷൻസ് പ്രൊജക്ഷൻ ഓഫ് വെക്ടർ യു ആൻഡ് വി ഇതിൻ്റെ ഫോർമുലയാണ് നമ്മൾ നേരത്തെ നോക്കി. നമ്മളിതിൽ 2D 3D ജോമെട്രി വെക്ടേഴ്സ് ഡോട്ട് പ്രൊഡക്റ്റിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ 2Dയിൽ നമുക്ക് എക്സ് വൈ എക്സ് ലൈനുണ്ട് വൈ എയും ബിയും മാർക്ക് ചെയ്തിട്ട് നമ്മളൊരു ലൈൻ വരും. അതിനെ നമുക്ക് എന്താ പറയുക, അതിന് നമുക്ക് ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് 2 വെക്ടേഴ്സ് എന്ന് പറയും. സി ഇസ് ഇക്വൽ ടു ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് 2 വെക്ടേഴ്സ്. 3 ഡയമെൻഷൻ ആണെങ്കിലോ എക്സ് വൈ സെഡ് ലൈനുണ്ട് ഒരു എ ബി സി ഉണ്ട്. അപ്പോൾ അത് ഈക്വൽ ടു ഡി ആണെന്ന് പറയുകയാണെങ്കിൽ ഡി ഈസ് ദ ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് 3 വെക്ടേഴ്സ്. അപ്പോൾ ഇതിൽ നമുക്ക് ഡോട്ട് പ്രൊഡക്റ്റ് കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 2 ഡയമെൻഷനിൽ ഉള്ള ഡോട്ട് പ്രൊഡക്റ്റ്. അപ്പോൾ എ ബി ഡോട്ട് പ്രൊഡക്റ്റ് എക്സ് വൈ നമ്മൾ പറയും. അപ്പോൾ എ ബി എന്നുള്ളത് ഡോട്ട് പ്രൊഡക്റ്റ് എക്സ് വൈ എന്ന് പറയുമ്പോൾ എക്സ് മൈനസ് എക്സ് സീറോ വൈ മൈനസ് വൈ സീറോ സിക്കറ്റ് സീറോ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സ് മൈനസ് എക്സ് സീറോ പ്ലസ് ബി വൈ മൈനസ് വൈ സീറോ സിക്കറ്റ് സീറോ ആയി. അല്ലെങ്കിൽ അത് തന്നെ നമ്മൾ വേറെ ഇത് പറഞ്ഞാൽ എ എക്സ് പ്ലസ് ബി വൈ സിക്കറ്റ് എക്സ് സീറോ പ്ലസ് ബി വൈ സീറോ ഈക്വൽ ടു സി. ഇതാണ് ഫോർമുല. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ 3 ഡയമെൻഷനിലുള്ളതിൻ്റെ ആണ് എങ്ങനെയാണ് ഡോട്ട് പ്രൊഡക്റ്റ് എങ്ങനെയാണെന്നുള്ള മാത്രമേ നമ്മളിവിടെ വരച്ചിട്ടുള്ളൂ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ബി ബി ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് 3 വെക്ടേഴ്സ്. ഈ സെക്ഷനിൽ നമ്മൾ പാരാമെട്രിക് എക്സ്പ്രഷൻ ഓഫ് ലൈൻ ഓഫ് സർഫേസ് ആണ് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഗ്രാഫിക്സിൽ മാത്തമാറ്റിക്സിലൊക്കെ നമുക്ക് ജോമെട്രിക്കൽ ആയിട്ടുള്ള ഷേപ്പുകളുണ്ടാവും. അപ്പോൾ അതിനെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ ഇതിൻ്റെ ഫോർമുല നമുക്കൊരു സെക്ഷനായിട്ട് സംസാരിക്കാം. ഇതിൽ നമ്മൾ മനസ്സിലാക്കാൻ ഇത് നമുക്ക് അടുത്ത സെക്ഷനിൽ നമ്മൾ ഈ സ്ലൈഡിൽ നോക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്പേസിൽ 3 പോയിന്റുകൾ നമ്മൾ മാർക്ക് ചെയ്യുമെന്ന് കരുതാം. എ ബി സി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്പേസിലാണ് ഈ 3 പോയിന്റുകൾ മാർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു എക്സും വൈയും ഇസഡും ഉണ്ട്. അപ്പോൾ ഈ എക്സ് വാല്യൂ എക്സ് വൈ വാല്യൂ സെഡ് വാല്യൂ ഉള്ളൂ എ ബി സി. അപ്പോൾ ഉദാഹരണത്തിന് എയുടെ 0 1 എന്ന് വിളിക്കാം, ബിയുടെ 0 0 വിളിക്കാം, സിയുടെ 0 3 0 ആണെന്ന് കരുതാം. എന്നിട്ട് നമ്മൾ ഈ ഒരു എയിൽ നിന്ന് ടിയിലേക്ക് നമ്മൾ വരയ്ക്കും. ഇതിനാണ് നമ്മൾ വെക്ടർ എന്ന് പറയുന്നത്. അതിൽ എയിൽ നിന്ന് സിയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അതൊരു മറ്റൊരു വെക്ടറാണ്. അപ്പോൾ നമുക്ക് വെക്ടറുകൾ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് എങ്ങനെയാണെന്ന് പഠിക്കും. അത് 2 വെക്ടറുടെ ക്രോസ് പ്രൊഡക്റ്റ് നമുക്ക് മറ്റൊരു വെക്ടർ നൽകും. അപ്പോൾ ഉദാഹരണത്തിന് എ ബി എ സിയുടെ എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി സെഡ് ഈസ് ഈക്വൽ ടു ഡി എന്നുള്ളതാണ് ഇതിൻ്റെ സമവാക്യം. ഇത്രയും നമ്മൾ ഇതിൽ മനസ്സിലാക്കി വയ്ക്കും.